ഹലോ ഗേസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നവ്യ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദു നവ്യയെ വിളിക്കുന്നത്. ചേച്ചി അങ്ങ് എത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങ് എത്തി മോളെ, ഒന്നും പറയണ്ട, ഇവിടെ ആകെ പ്രശ്നമൊക്കെയാന്ന് പറയും. എന്താ ചേച്ചി അവിടെ പ്രശ്നമെന്ന് ചോദിക്കും. അത് പിന്നെ ഇപ്പം ഇവിടെ ഒരു കൊച്ചു വന്നിട്ടുണ്ടെന്ന് പറയും. അതേതാ കുട്ടിയെന്ന് ചോദിക്കും. അത് ഇവിടുത്തെ ആദർശേട്ടൻ്റെ കുഞ്ഞാന്നാ പറഞ്ഞെന്ന് പറയും. ആദർശേട്ടനൊരു കുഞ്ഞോ? അതെ, നേരത്തെ കല്യാണത്തിന് മുമ്പ് ആദർശേട്ടന് കുറേ വർഷം മുമ്പ് ഒരു അനഘ എന്ന് പറഞ്ഞ പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലായിരുന്നു. അത് അതിരി വിട്ടപ്പോൾ ഉണ്ടായ കുട്ടിയായിരുന്നാണ് പറയുന്നത് കേട്ടത്. അതിപ്പോൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേന് നന്ദുവിന് അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. എന്നിട്ട് നയനേച്ചി എന്നാ പറഞ്ഞെന്ന് ചോദിക്കും. അത് തന്നെയാണ് ഭയങ്കരം. അവളിപ്പം ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തുകയാണെന്നൊക്കെ പറയുന്ന ഉടനെ നന്ദു പറയും, എന്നാൽ ഞാൻ ചേച്ചി ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ, കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറയുന്നുണ്ട്. നന്ദുവിന് ഫോണിൽ കൂടെ കേട്ട കാര്യം അങ്ങോട്ട് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. അന്നേരം ആകെ ടെൻഷനിൽ ഇരിക്കുമ്പോൾ കൂട്ടുകാർ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താടി എന്ത് പറ്റിയെന്ന്. അത് നയനേച്ചിയുടെ അവിടെ വീട്ടിലൊരു കൊച്ചു വന്നിട്ടുണ്ട്, അത് ആദർശേട്ടൻ്റെ എന്നാ പറയുന്നത് കേട്ടെന്ന് പറയും. അതിന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ ആദർശേട്ടൻ നല്ല മാന്യനായ വ്യക്തിയാണെന്ന്, അദ്ദേഹം ഇങ്ങനെ ഒരാളാണെന്ന് ചോദിക്കും. ഇതിലെന്തോ പ്രശ്നമുണ്ട്, എന്താണെന്ന് കാര്യം അറിയത്തില്ല, എന്തായാലും നയനേച്ചി ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നയന ആദർശിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, ആകെ ടെൻഷനായിപ്പോയല്ലേ, സങ്കടമായിപ്പോയി, എന്തായാലും നമ്മളെല്ലാവർക്കും വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേന് ആദർശ് പറയും, ഞാൻ റിപ്പോർട്ടുമായിട്ട് ഓടി വന്നത് എല്ലാവരുടെ മുമ്പ് വെച്ച് എൻ്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു, ഞാൻ തെറ്റുകാരനല്ല എന്ന് എല്ലാവരുടെ മുമ്പിൽ അറിയിക്കണമായിരുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ ഓടി വന്നത്, അത് നിങ്ങളെല്ലാം കൂടെ കൂടി വേണ്ടെന്ന് വെച്ചില്ലേ എന്നൊക്കെ ചോദിക്കും. അത് പിന്നെ അഭിയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു കളങ്കപ്പാട് അങ്ങ് മാറുമല്ലോ, പക്ഷേ നിങ്ങളെല്ലാവരും കൂടി അത് സമ്മതിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് നയന പറയും, നവ്യേച്ചിയുടെ ജീവിതം ഓർത്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്, പിന്നെ ഇത് സത്യം നമുക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ, മുത്തശ്ശനും അറിയാം, ഞങ്ങളാരും തെറ്റിദ്ധരിക്കുന്നുമില്ല, നമ്മുടെ ഇടയിൽ ഒരു സംശയവുമില്ല, അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലും ആദർശിന് സങ്കടം മാറുന്നില്ല കേട്ടോ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അമ്മ എന്നെ തെറ്റിദ്ധരിച്ചത് ഓർത്തിട്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്, കാരണം അമ്മയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാമല്ലോ, ഞാനിത് അമ്മയോട് പറയുമ്പോൾ അമ്മ എൻ്റെ മോനെ ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയല്ലേ, അതെനിക്ക് ഭയങ്കരമായ സങ്കടമുണ്ടെന്നൊക്കെ പറയും. അന്നേരത്തേന് പിന്നെ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ഞാനിപ്പോൾ തെറ്റുകാരനായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയനയോട് ആദർശ്. അന്നേരം നയന പറയും, എന്തായാലും ഇത് കുറച്ച് നാൾ ഇങ്ങനെ പോട്ടെ, അത് കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നൊക്കെ പറയും. ആ സമയത്താണ് നന്ദു വിളിക്കുന്നത്. നയനയോട് ചോദിക്കും, എന്താ ചേച്ചി കേൾക്കുന്നതൊക്കെ, ഇങ്ങനെയൊക്കെ ഒരു കാര്യം കേട്ടല്ലോ, ഒരു കുട്ടി അവിടെ ഉണ്ട്, അത് ആദർശേട്ടൻ്റെ ആണെന്നൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ കേട്ടോ, മോൾ അറിഞ്ഞല്ലോ അല്ലേ, എന്നാൽ പിന്നെ പ്രതീത് എവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് ആദർശിൻ്റെ കയ്യിലോട്ട് ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ ആദർശിനോട് ചോദിക്കും, എന്താ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ കേട്ടെന്ന്, നീ ഈ പറഞ്ഞ കാര്യമൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ആദർശ് ചോദിക്കും. ഉടനെ നന്ദു പറയും, ഇല്ല ഞാൻ വിശ്വസിക്കുന്നില്ല ആദർശേട്ടാ, എനിക്ക് ആദർശേട്ടൻ്റെ സ്വഭാവം അറിയാമല്ലോ, അത് കാരണം ഇങ്ങനൊരു തെറ്റ് ആദർശേട്ടൻ്റെ മുമ്പിൽ നിന്ന് ഉണ്ടാകുകയില്ലെന്നറിയാം, പിന്നെ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ആദർശേട്ടൻ ഒരിക്കലും രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കില്ല എന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അത് നിന്നെ ഞാൻ ആ കാര്യത്തിൽ സമ്മതിച്ചു തന്നിരിക്കുന്നു, നിനക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് പറയും. എന്തായാലും നിൻ്റെ ചേച്ചി എന്നെ മനസ്സിലാക്കി, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. നീ ഒരു SI അല്ലേ, ഇതിനിടയിൽ നടന്ന ചതി എന്താണെന്ന് നീ തന്നെ കണ്ടുപിടിക്കാനൊക്കെ പറയുന്നുണ്ട് ആദർശ്. എന്നിട്ട് നയനയുടെ കയ്യിലോട്ട് ഫോൺ കൊടുക്കും. അപ്പം നയന പിന്നെ വിശേഷമൊക്കെ തിരക്കുന്നുണ്ട്. അന്നേരം ചന്തുമോളെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു. എന്നെ പറയും, എന്നാൽ ഞാനിപ്പം വീഡിയോ കോൾ ചെയ്യാമെന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയം ചന്തുമോൾ അനിയുമായിട്ട് കളിക്കുകയായിരുന്നു കേട്ടോ. അനിയുടെ അടുത്ത് ബോളൊക്കെ എറിഞ്ഞ് കളിക്കുന്നുണ്ട്. അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയന അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. നമുക്കൊരാളെ വീഡിയോ കോൾ ചെയ്ത് കാണാം എന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പം നന്ദുവിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഈ കുട്ടി. എന്നിട്ട് എന്താ പേരെന്നൊക്കെ ചോദിക്കും. ചന്തു എന്നാന്ന് പറയുമ്പോഴത്തേന് പറയും, എൻ്റെ പേര് നന്ദു എന്നാന്ന് പറയും. അന്നേരത്തേന് ഉടനെ അനി അങ്ങോട്ട് വന്നിട്ട് പറയും, ചാന്ദിനി എന്നാ പേര്, ഇപ്പം ചന്തുമോളെന്ന് ഞങ്ങൾ വിളിക്കുന്നുള്ളത്. അപ്പോൾ നന്ദുവിൻ്റെ മുഖമൊക്കെ മാറുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേന് അത് കേട്ടോണ്ടാണ് അങ്ങോട്ട് അനാമിക വരുന്നത്. അതുകൊണ്ട് അനാമിക വീഡിയോ കോളിന് മുമ്പിലോട്ട് വന്നിട്ട് പറയും, എൻ്റെ പേര് അനാമിക എന്നാണ്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടി, നീ ഇവിടുന്ന് പോയിട്ടും വീണ്ടും വീഡിയോ കോൾ ചെയ്ത് മറക്കാതിരിക്കാനുള്ള പണി ഒപ്പിക്കുകയാണോടി, ഇവനെ കാണാതിരുന്ന നീ മറന്നു പോകുമെന്ന് വിചാരിച്ചാണോടി നീ ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ഉടനെ നന്ദു പറയുന്നുണ്ട്, നീ വെച്ചിട്ട് പോടി എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യും. ഫോൺ വെച്ച് കഴിയുമ്പോൾ അനാമിക അങ്ങ് വഴക്കുണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട് നയനയോടും അനിയോടും. എന്നിട്ട് പറയും, നീ മനഃപൂർവ്വം എൻ്റെ ഭർത്താവിനെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുകയായിരുന്നല്ലേടി, അവനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒപ്പിച്ച പരിപാടിയല്ലേടി ഇതെന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കുകയാണ്. അന്നേരത്തേന് അനി ദേഷ്യപ്പെടുന്നുണ്ട് അവളോട്, നീ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നല്ല, ഞങ്ങൾക്ക് ആർക്കും ഇങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ല എന്നൊക്കെ പറയും.
എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ അനിയത്തി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ നേരത്തെ ഇപ്പോൾ എൻ്റെ അനിയത്തി ഇവിടെ ഇരുന്നേനെന്നൊക്കെ പഴയ ഡയലോഗൊക്കെ കുറേ പറയുന്നുണ്ട് നയന. അപ്പം അനാമിക ഇതുപോലെ തന്നെ പഴയത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവളെ ഇവിടെ അർഹതയില്ലാതെ കൊണ്ടുവന്നതാണെന്നും അത് കഴിഞ്ഞ് പിന്നെ അനിയത്തിയെ കൊണ്ടുവരാനിരിക്കുകയാണെന്നും ഒക്കെ ഉള്ള ഡയലോഗൊക്കെ സ്ഥിരമായിട്ട് പറയുന്നതല്ല ഇങ്ങനെ പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കുണ്ടാകുകയാണ്. എന്നിട്ട് നിനക്ക് വെറുതെ അല്ലടി നിൻ്റെ സ്വഭാവത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ് നിനക്ക് ഭർത്താവിൻ്റെ ആദ്യത്തെ വകയിലുണ്ടായ കുഞ്ഞിനെ നോക്കേണ്ടി വരുന്നത്. നിനക്ക് ദൈവം തന്ന ശിക്ഷയടി ഇത്, നീ ഇത് അനുഭവിക്കുക തന്നെ ചെയ്യണം. എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നതിന് നിനക്ക് കിട്ടുന്നതാണെന്നൊക്കെ പറഞ്ഞ് ശരിക്കും നയനയ്ക്കിട്ട് നല്ല വർത്താനം പറഞ്ഞിട്ടാണ് പോകുന്നത് അനാമിക. അനാമിക പോയി കഴിയുമ്പോഴത്തേന് അനിയോട് നയന പറയുന്നുണ്ട്, നീ എന്തായാലും ചെയ്തത് ശരിയായില്ല, ഇനി ഇതിൻ്റെ പേരിൽ നീ ഫോൺ വിളിക്കാനൊന്നും പോയേക്കരുതെന്ന് നയന അനിയോട് പറയുന്നുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ജാനകി ദേവയാനിയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തായാലും ഏട്ടത്തിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കുമല്ലോ, വല്ലവരുടെയും കുഞ്ഞിനെ ഇപ്പം നിങ്ങളുടെ മരുമോൾ വളർത്തുകയല്ലേ, ഇത് ഏട്ടത്തിക്ക് എന്തായാലും അതൊന്നും താല്പര്യമില്ലാത്ത കാര്യമായിരിക്കുമല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് ദേവയാനി അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല. ആ സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത്. വല്യമ്മയുടെ മരുമോക്കെ ആരണ്ടരയോ കൊച്ചിനെ വളർത്തുന്നതിൻ്റെ കലിപ്പ് മുഴുവൻ തീർക്കുന്നത് എന്നോടാന്ന് പറയും. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിൽ ജാനകി ചോദിക്കുന്നുണ്ട്. അതല്ല, ഇപ്പം അനിയെ ഫോൺ വിളിച്ച് കൊടുത്തിരിക്കുന്നു നയന, അപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ, നന്ദുവിനുമായിട്ട് വീണ്ടും കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. ആ സമയത്ത് അങ്ങോട്ട് നയനയും വരുന്നുണ്ട്. അപ്പം നയനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് ഭാവിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അനാമിക മോളുടെ ജീവിതം നശിപ്പിക്കരുതെന്നൊക്കെ. ഉടനെ ദേവയാനിയും പറയും. ജാനകി ഉടനെ ദേഷ്യപ്പെടുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ അർഹതയില്ലാതെ നീയൊക്കെ ഇവിടെ കയറി വന്നതും പോരാഞ്ഞിട്ട് ഇപ്പോൾ ഓരോ കൊച്ചിനെയും കൂടെ വന്ന് കയറ്റിയിരിക്കുന്നു, അതിനെയും വളർത്തുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നയനെ അങ്ങ് വഴക്കുണ്ടാക്കുകയാണ് ജാനകി. അന്നേരം നയന പറയും, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ വിശ്വാസമാണ്, അത് കാരണം എൻ്റെ ഭർത്താവ് എന്ത് പറയുന്നു അത് ഞാൻ അങ്ങ് അംഗീകരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോയെന്ന് പറഞ്ഞാൽ പോലും ഇവളുമാരൊന്നും ഇവിടുന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴത്തേന് ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോയാൽ പോലും എൻ്റെ മരുമോൾ ഇവിടെ കാണുക തന്നെ ചെയ്യുമെന്ന്. എൻ്റെ അടുത്ത് എന്തായാലും ആ കൊച്ചിനെ ഇവിടെ നിർത്താതെ അതിനെ പറഞ്ഞു വിടുകയല്ലേ ചെയ്യേണ്ടെന്ന് ഉടനെ ജാനകി ദേവയാനിയോട് ഇരിക്കുന്നുണ്ട്. അപ്പം ദേവയാനി പറയും, ഇതൊന്നും ഞാൻ മാത്രം തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. ദേവയാനി ഉടനെ തന്നെ അനിയുടെ റൂമിൽ ചെല്ലുന്ന ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ നന്ദുവിനെ ഫോൺ വിളിച്ചെന്ന്. ഞാൻ അങ്ങനെയൊന്നും വിളിച്ചില്ല, ചന്തുമോളെ നയനെ അടുത്ത് വിളിച്ചപ്പോൾ ആ സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു വിളിക്കുന്നൊന്നും ഇല്ലെന്ന് പറയും. നീ എന്തായാലും അനാമിക മോളെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ലെന്നൊക്കെ പറയും. അവൾ മാത്രം വിഷമിക്കാതിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിഞ്ഞാൽ മതി, എൻ്റെ സങ്കടം ആർക്കും അറിയണ്ടല്ലോ. എൻ്റെ ജീവിതം ഇവളുമായിട്ട് വിവാഹം കഴിഞ്ഞ് പിന്നെ ആകെ വരണ്ടു പോയെന്ന് പറഞ്ഞാൽ മതി, നിങ്ങളെല്ലാം കൂടി എന്നെ ആത്മഹത്യയിലേക്ക് തള്ളി വിടരുതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് ശരിക്കും സങ്കടം തോന്നുന്നുണ്ട് ദേവയാനിക്ക്. നന്ദു ഈ സമയം കൂട്ടുകാരിയോട്ടിരുന്ന് പറയുന്നുണ്ട്, എന്തായാലും നാട്ടിൽ തന്നെയാണ് പോസ്റ്റിംഗ് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ടും പല കേസുകളും തെളിയിക്കണം. നയനേടത്തിയുടെ വല്യമ്മ ഒരു 10-15 പവൻ്റെ ഒരു നെക്ലേസ് കൊടുത്തായിരുന്നു അനാമികയ്ക്ക്, അത് കാണാൻ പോയിട്ടുണ്ട്, അതെൻ്റെ ചേച്ചിമാരും എൻ്റെ അച്ഛനും അമ്മയും എടുത്തെന്നൊക്കെ ഒരു പരാതി അവരെല്ലാം പറഞ്ഞായിരുന്നു, അതൊക്കെ എനിക്ക് തെളിയിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഉടനെ കൂട്ടുകാരി പറയും, അപ്പോൾ ഇതെല്ലാം തെളിയിച്ച് കഴിഞ്ഞാൽ പിന്നെ അവളെ അവിടുന്ന് പുറത്താക്കുമല്ലോ അല്ലേ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കും. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, എന്നാലും എനിക്ക് പല കാര്യങ്ങളും തെളിയിക്കേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു. എന്നിട്ട് പറയും, എന്തായാലും നീ ഇവിടുന്ന് ഇറങ്ങിയാലല്ലേ ഇതെല്ലാം കാര്യം നടക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ ആ പ്രശ്നമൊക്കെ എന്ന് പറഞ്ഞാലും അതൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോയി, പക്ഷേ ഈ വീണ്ടും ഒരു ട്രെയിനർ വന്നാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ഈ ട്രെയിനറെ എങ്ങനെയും ഒന്ന് പോകണം, അയാൾ കിടപ്പിലായാൽ മാത്രമേ നമുക്ക് വല്ലതൊക്കെ നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേന് നന്ദു പറയും, വീണ്ടും അയാളെ കയറി തല്ലേണ്ടി വരുമോയെന്ന്. അത് അങ്ങ് മാഞ്ഞു പോയി എന്നുള്ളതെന്ന് വെച്ചാലും അടുത്തൊരു ഇത് വന്നാൽ കേസായി പോയാൽ മോളെ നീ ഇവിടുന്ന് ഇറങ്ങുകയില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എങ്ങനെയും നമുക്ക് ഇവിടുന്ന് നല്ല സർട്ടിഫിക്കറ്റുമായിട്ട് ഇറങ്ങണം, അതേ നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.